ഹലോ ഡൂഡ്സ്, പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലെ ഫേമസ് മെഡിറ്റേഷൻ സെൻ്ററായ പിരമിഡ് വാല്യൂ ഇൻ്റർനാഷണലിലേക്കാണ് പോകുന്നത്. പിരമിഡ് വാല്യൂ ഇൻ്റർനാഷണൽ ബാംഗ്ലൂരുവിൻ്റെ പുറം പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ധ്യാന കേന്ദ്രമാണ്. ഇതിൻ്റെ മുഖ്യ ആകർഷണം ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ആകൃതിയിലുള്ള ധ്യാന ഹാളാണ്. പിരമിഡ് വാലി ഈ പ്രദേശത്ത് ആത്മീയ പഠനത്തിനും ധ്യാനത്തിനും വേണ്ടി എത്തുന്ന ആളുകൾക്ക് സമാധാനത്തിൻ്റെയും ചിന്തനാപൂർണതയുടെയും അനുഭവം നൽകുന്നു. പിരമിഡ് വാല്യൂ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരത്തിൽ കനകപുരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഏകദേശം 50 ഏക്കറിലധികം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ഈജിപ്തിലെ പിരമിഡ് ഓർമ്മ വരും. ആ ഒരു ആകൃതിയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു വൈബാണ് ഫീൽ ചെയ്യാൻ പറ്റിയത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാന ഹാളാണ്. അത് പിരമിഡ് ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹാളിൻ്റെ നിർമ്മിതിയും അതിൻ്റെ ആകൃതിയും ശാന്തവും ഉത്തേജകവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആത്മീയ പഠനം ധ്യാനവും പിരമിഡ് വാല്യൂ പിരമിഡ് ആത്മീയ സമൂഹം ആ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇവിടെ ധ്യാനവും ആത്മീയവുമുള്ള വിവിധ കോഴ്സുകളും ക്ലാസുകളും ലഭ്യമാണ്. ഈ കോഴ്സുകൾക്ക് ലോകമാകെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു. 1990കളിൽ മഹദി ശ്രീൻ ഗുമാനു ഒരു ആത്മീയ ഗുരുവായും ഈ കേന്ദ്രം സ്ഥാപിച്ച് പിരമിഡ് ആത്മീയ സമൂഹത്തിന്റെ ആരംഭം നടത്തി. ഗുരുവിന്റെ ഉപദേശം പ്രകാരം പിരമിഡ് ധ്യാനത്തിന് പ്രാധാന്യം നൽകപ്പെടുന്നു എന്നതും ശരീരത്തിനും മനസ്സിനും ഉത്തമ ആരോഗ്യവും സമാധാനവും കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ്. ധ്യാനത്തിന് പുറമെ പിരമിഡ് വാലി അനുഭവ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. വളരെ അധികം പ്രചോദനകരമായ ശാന്തമായ അന്തരീക്ഷം ഇവിടെയുള്ളവർക്ക് സന്ദർശകർക്കും ആത്മീയ വിശ്വാസവും നൽകുന്നു. ഇവിടെ എല്ലാ ദിവസവും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വാസ്തവത്തിൽ ഈ കേന്ദ്രം കാണാൻ വരുന്നവർക്ക് ധ്യാന, യോഗ, പൈലറ്റ് ധ്യാന ക്ലാസുകൾ എന്നിവ സുഖകരമായി അനുഭവങ്ങൾ നൽകുന്നു. ഈ ഒരു മെഡിറ്റേഷൻ സെന്ററിൽ നമ്മുടെ ശ്രീ ബുദ്ധയുടെ സ്റ്റാറ്റു സ്ഥിതി ചെയ്യുന്നു. ഈ വിഗ്രഹം പിരമിഡ് വാലി സന്ദർശകരെ ആത്മീയമായ ശാന്തതയും അനുകൂല അനുഭവവും നൽകുന്ന സ്മാരകമായി പ്രവർത്തിക്കുന്നു. ബുദ്ധനുമായി ബന്ധപ്പെട്ട് ധ്യാനവും ആത്മീയ വിശ്വാസവും വളർത്തുന്നത് ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശമാണ്. ബുദ്ധന്റെ ഉപദേശങ്ങൾ സമാധാനവും ക്ഷമയും പ്രചോദിപ്പിക്കുന്നതിനാൽ ഈ വിഗ്രഹം സന്ദർശകർക്ക് ആന്തരിക സമാധാനം പ്രാപിക്കാൻ സഹായകമാകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഈ ഒരു പിരമിഡിന്റെ ആകർഷണത്താൽ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പിരമിഡ് വാലിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. മ്യൂസിക്കൽ മെഡിറ്റേഷൻ പോലെയൊക്കെ ഉണ്ടാവും. അത് കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൺ അതുപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ പോലുള്ള ആ ഒരു വൈബൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് വിസിറ്റേഴ്സിന് വന്നവർക്ക് ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ നമുക്ക് ഫുഡൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിരമിഡ് വാല്യൂ സെൻറ്ററിൽ നമുക്ക് ഫസ്റ്റ് എൻട്രൻസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ബോട്ടിങ്ങിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് പോലെയുള്ള ഒരു സംഭവം ഫ്രണ്ടിലുണ്ട്. സോ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഈ ഒരു പിരമിഡ് വാല്യൂ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ വന്നിട്ട് മെഡിറ്റേഷനും അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ ഒരു എൻജോയ്മെൻറ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഈ ഒരു പിരമിഡ് വാല്യൂ. സോ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു അരുവിയുണ്ട്. ഇവിടെ ആണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ബുദ്ധന്റെ ശാന്തത, സാഹസം, ദയ, മെച്ചപ്പെട്ട മാനസികാവസ്ഥ എന്നിവയുടെ സന്ദേശം ബുദ്ധവിഹാരത്തിലൂടെ പിരമിഡ് വാല്യൂ പ്രചരിപ്പിക്കുന്നു. ധ്യാനത്തിൻ്റെയും ആത്മീയ വിചാരണത്തിൻ്റെയും വഴിയും ഈ വിഗ്രഹം ഒരു അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്നു.